വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നിർണായക വിധി. കേസിലെ ഒന്നാം പ്രതിയായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ആവശ്യം കോടതി തള്ളി. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം കോടതിയിൽ നിലനിൽക്കും. ഈ മാസം 4-ാം തീയതിയാണ് ജില്ലാ കോടതി ജിതിൻ ഭാസ്കറിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ വടകരയിലും തിരുവള്ളൂരിലും നടന്ന പ്രകടനങ്ങളിൽ പ്രതി പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും കോടതിയെ സമീപിച്ചത്. പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ശക്തമായ വാദം. പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സംഘം കോടതിക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോടതിയിൽ 1.5 മണിക്കൂറോളം നീണ്ടിരുന്ന നാടകീയമായ പ്രതിവാദങ്ങളാണ് അരങ്ങേറിയത്. വാദങ്ങൾ പൂർത്തിയായതോടെ വിധി പറയുന്നത് കോടതി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ച കോടതി പ്രോസിക്യൂഷന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും വാദങ്ങൾ പൂർണ്ണമായും തള്ളി. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യവ്യവസ്ഥകൾ കോടതിയിൽ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയതോടെ കേസിൽ വലിയൊരു രാഷ്ട്രീയ നിയമ പോരാട്ടത്തിനാണ് വടകര വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്.